കമൽഹാസൻ ചിത്രം ഈ വർഷത്തെ ഏറ്റവും വലിയ തമിഴ് ഓപ്പണിംഗ് നേടുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും സൂചിപ്പിക്കുന്നത്. ഇതുതന്നെയാണ് ആരാധക ലോകവും സിനിമാ ലോകവും കാത്തിരിക്കുന്ന റിപ്പോർട്ടും. 2025 ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ മികച്ച ഇന്ത്യൻ ഓപ്പണർമാരുടെ പട്ടികയിൽ വിക്കി കൌശലിന്റെ ചാവയെ മറികടക്കാനും സാധ്യതയുണ്ടെന്നും കണക്കുകളും റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു. ഉലകനായകന്റെ തഗ് ലൈഫ് റിലീസ് ദിവസം തകർക്കുമോ എന്ന് തന്നെയാണ് ചൂടേറിയ ചർച്ച. പ്രവചിക്കപ്പെടുന്ന കളക്ഷൻ എങ്ങനെയായിരിക്കും? കാത്തിരിക്കുന്നത് റെക്കോർഡ് വേട്ടയാണോ എന്നും ആരാധകരും ഉറ്റുനോക്കുന്നുണ്ട്. എന്തായാലും കമൽഹാസനും മണിരത്നവും തഗ് ലൈഫിന്റെ മികച്ച ഓപ്പണിംഗ് കിട്ടുമെന്നാണ് റിപ്പോർട്ടുകളും പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിവസം 35 കോടിയിലധികം കളക്ഷൻ നേടാനാണ് സാധ്യതയെന്നാണ് പറയപ്പെടുന്നത്. ജൂൺ 5-നാണ് തഗ് ലൈഫ് റിലീസ് ചെയ്യാനിരിക്കുന്നത്. എന്നാൽ തഗ് ലൈഫിന് കർണാടകയിൽ ചെറിയൊരു പണി കിട്ടിയിരിക്കുകയാണ്. സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെ കമൽഹാസൻ നടത്തിയ പരാമർശമാണ് വിവാദമായത്. അതിപ്പോൾ വലിയ പുല്ലാപ്പായിരിക്കുകയാണ്. വേദിയിലുണ്ടായിരുന്ന കന്നഡ നടൻ ശിവരാജ് കുമാറിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിന് പിന്നാലെയായിരുന്നു കമൽ കന്നഡ ഭാഷയെക്കുറിച്ച് പരാമർശം നടത്തിയത്. എന്റെ കുടുംബമാണിത്, അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ വന്നത്, അതുകൊണ്ടാണ് ഞാൻ എന്റെ പ്രസംഗം ജീവൻ, ബന്ധം, തമിഴ് എന്ന് പറഞ്ഞു തുടങ്ങിയതെന്നും കമൽഹാസൻ പറഞ്ഞിരുന്നു. നിങ്ങളുടെ ഭാഷ കന്നഡ, തമിഴിൽ നിന്ന് പിറന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുവെന്നായിരുന്നു കമൽ പറഞ്ഞിരുന്നത്. തുടർന്ന് രൂക്ഷ വിമർശനമാണ് കന്നഡ സംഘടനകൾ കമൽഹാസനെതിരെ ഉയർത്തുന്നത്. നടൻ കമൽഹാസനെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് കന്നഡ അനുകൂല സംഘടനയായ കർണാടക രക്ഷണവേദിക. കമൽഹാസന്റെ പുതിയ ചിത്രമായ ഈ തഗ് ലൈഫിന് പ്രദർശനാനുമതി നിഷേധിക്കാനുള്ളൊരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം തഗ് ലൈഫ് പ്രദർശിപ്പിക്കരുതെന്ന് തിയേറ്റർ ഉടമകളെ നേരിൽ കണ്ട് അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ് സംഘടന. ആത്മാഭിമാനമുള്ള കന്നഡക്കാരനാണെങ്കിൽ കമൽഹാസനോട് സഹകരിക്കരുതെന്ന നിലപാടിലാണ് സംഘടനയുടെ തീരുമാനം. സിനിമ റിലീസ് ചെയ്താൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ഈ സംഘടന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബംഗളൂരിലെ മുഴുവൻ തിയേറ്റർ ഉടമകളെയും നേരിൽ കാണാനാണ് സംഘടനയുടെയും തീരുമാനം. എന്തായാലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് തന്നെയാണ് ഇനി നോക്കിക്കാണേണ്ടത്. ഇതിന്റെ ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കണമെന്നായിരുന്നു സംഘടനയുടെ നിലപാട്. അതിൽ സർക്കാരിന്റെ മറുപടി എന്താണെന്നും ആകാംക്ഷയോടെയാണ് സിനിമാ ലോകവും ഉറ്റുനോക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.